നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ സമയങ്ങളിൽ കൂറുകാട്ടാറുണ്ടെന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴായി പല നിയമനങ്ങളുടെ ഭാഗത്തും പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെയും ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വ്യക്തമായൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല വിവാദങ്ങളിൽ, പല വിഷയങ്ങളിൽ ആരോപണ വിധേയനായിട്ടുള്ള ADGP MR അജിത് കുമാറിന് DGP കസേര നൽകുകയാണ്. ആഭ്യന്തര വകുപ്പിലെ ഉന്നത പദവി അങ്ങനെ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുമ്പോൾ ഏറ്റവും അധികം അമർഷം പങ്കുവയ്ക്കുന്നത് നിലമ്പൂർ MLA PV അൻവർ തന്നെയാണ്. അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെ ഇനി DGP ആയ ശേഷം അജിത് കുമാർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ADGP MR അജിത് കുമാറിന് അങ്ങനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഈ ശുപാർശ മുന്നോട്ട് വെച്ചതും അതാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി ദർവേഷ് സാഹിബ് 2025 ജൂലൈ 1 സർവീസിൽ നിന്നും വിരമിക്കും. 7 മാസം മാത്രമാണ് അദ്ദേഹത്തിന് ഇനി ബാക്കി നിൽക്കുന്നത്. ഈ ഒഴിവിലേക്കാണ് MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ നടപടികളും കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണം ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് DGP പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റം കൂടി നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക ഉപഹാരമായി ഇതിനോടകം തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രതിപക്ഷം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം അടുത്തു തന്നെ പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് നിലവിലുള്ള വിവരം. ഈ അന്വേഷണത്തിലും MR അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടാകുക എന്നുള്ള സൂചന നേരത്തെ തന്നെ പലരും പുറത്തുവിട്ടിരുന്നു. ചീഫ് സെക്രട്ടറിയും അതുപോലെ DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റത്തിനുള്ള ശുപാർശ നൽകിയത്. വിജിലൻസ് ഡയറക്ടർ അടക്കം ഈ കമ്മിറ്റിയിൽ, സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്. അവരൊന്നും തന്നെ ഇതിൽ ഒരു തെറ്റും കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശൂർ പൂരം കരക്കൽ, RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഒപ്പം തന്നെ മോദിയുടെ വിശ്വസ്തനുമായിട്ടുള്ള ഏറ്റവും അടുത്ത സൗഹൃദം എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാനക്കയറ്റം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന ആരോപണം ഉയർത്തി MLA PV അൻവർ രംഗത്ത് വരികയും കവടിയാറിലുള്ള അദ്ദേഹത്തിന്റെ നിർമ്മാണം നടക്കുന്ന വസതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സോഴ്സ് എന്ത് എന്നുള്ളത് മലയാളികൾക്ക് മുന്നിൽ തുറന്നു കാട്ടണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിലൊന്നും തന്നെ വിശദമായ വിവരങ്ങൾ ഈ ഘട്ടം വരെ പുറത്തു വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. SPG IG ആയി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ADGP സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തേക്ക് തിരികെ വരാതിരുന്നാൽ DGP റാങ്കിലേക്ക് അജിത് കുമാറിനെ തന്നെ പരിഗണിക്കാനാണ് തീരുമാനം. എന്നാൽ സുരേഷ് രാജ് പുരോഹിത് തിരികെ വരുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നു. അഥവാ അദ്ദേഹം എത്തിയില്ലെങ്കിൽ ഉറപ്പായും അജിത് കുമാർ തന്നെ ആയിരിക്കും അടുത്ത DGP. ഇതോടെ നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂലൈ 1 വിരമിക്കുമ്പോൾ DGP റാങ്കോടുകൂടി MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റവും ലഭിക്കും. അടുത്ത ഏപ്രിൽ 3 DGP K പത്മകുമാർ വിരമിക്കുന്നതോടെയാണ് ക്രമസമാധാന വിഭാഗം ADGP മനോജ് എബ്രഹാം ആദ്യ DGP ആയി മാറുന്നത്. അതിനുശേഷം മാത്രമാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കിട്ടുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും സ്ഥാനക്കയറ്റത്തെ തടയാൻ കഴിയില്ല എന്ന് പല സുപ്രീം കോടതി വിധികൾ നിലവിൽ നിൽക്കുന്നുണ്ടെന്നും ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയോ മാത്രമാണെങ്കിലേ സ്ഥാനക്കയറ്റിൽ നിന്നും മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ എന്നാണ് ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാത്രം മാറ്റി നിർത്തിയതും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാതിരുന്നതും. അന്നു മുതലേ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു, വ്യക്തമായ ഒരു ചിത്രം ഏവർക്കും ഉണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള വ്യവസ്ഥയുണ്ട്. വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഇക്കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത്. നിലവിൽ റിപ്പോർട്ടൊന്നും തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൽ നിന്നും മാറ്റി നിർത്തേണ്ടതില്ല. ഇനി റിപ്പോർട്ട് സമർപ്പിച്ചാലും മറ്റു നടപടികൾ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 2 ആഴ്ച കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഈ സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാരിന്റെ ധൃതി പിടിച്ചുള്ള നീക്കവും. പക്ഷേ RSS കൂടിക്കാഴ്ച സ്വകാര്യമെന്ന് MR അജിത് കുമാറിന്റെ വാദം തള്ളി സർവീസ് ചട്ടലംഘനമെന്ന സൂചന നൽകി DGP ദർവേഷ് സാഹിബ് നേരത്തെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശപ്പുറത്തെത്തുകയും അത് നിയമസഭയിൽ അടക്കം വെക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം
സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി രജികുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി P രാജീവും രംഗത്ത് വരുന്നുണ്ട്. മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ള വ്യക്തമാക്കലും അദ്ദേഹം കൊണ്ടുവരുന്നു. ഇതുകൂടാതെ പോലീസിലെ മറ്റ് സ്ഥാനക്കയറ്റങ്ങൾ കൂടി ഇതോടൊപ്പം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ 94 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ മനോജ് എബ്രാഹിമിന് ശേഷം DGP റാങ്കിലേക്കുള്ള അർഹതാ പട്ടിക വരുന്നത് ഇങ്ങനെയാണ്. 95 ബാച്ചിൽ പിന്നീടുണ്ടാകുന്ന S സുരേഷിന് DGP പദവിയിലേക്ക് ശുപാർശ ലഭിക്കുന്നു. ഒപ്പം 2000 ബാച്ച് ADGP പദവിയിലേക്ക് കയറാൻ പോകുന്ന തരുൺ കുമാർ, ഒപ്പം 2007 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള ദബേഷ് കുമാർ ബെഹ്റ, ഉമ, രാജ്പാൽ മീണ, ജയനാഥ് ജെ എന്നിവർക്ക് IG പദവിയിലേക്ക് സ്ഥാനക്കയറ്റമുണ്ട്. ഒപ്പം 2011 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള യതീഷ് ചന്ദ്ര, ഹരിശങ്കർ, K കാർത്തിക്, പ്രതീഷ് കുമാർ, T നാരായണൻ എന്നിവർക്ക് DIG പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റം കൂടി ഇതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടുണ്ട്.